ദിലീപ് ചിത്രം പാപ്പാബായുടെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി തുടരുകയാണ്. ദിലീപ് തന്റെ വ്യക്തിപരമായ ചില ദേഷ്യങ്ങൾ പ്രകടിപ്പിക്കാൻ ചില സീനുകൾ ഉപയോഗിച്ചുവെന്ന് അഭിപ്രായങ്ങളുണ്ട്. പ്രേക്ഷകരിൽ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് പാപ്പാബായിലെ റേപ്പ് ജോക്കുകളാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് കുറ്റവിമുക്തനായ ശേഷം നടന്റെ ആദ്യ സിനിമയാണിത്. പൃഥ്വിരാജിനെ പരോക്ഷമായി പരിഹസിക്കുന്ന ഒരു സീൻ പാപ്പാബായിൽ ഉണ്ടെന്നും വാദമുണ്ട്. ഇതിനിടെ നെറ്റിസൺസ് ദിലീപിന്റെ പഴയ ചില സിനിമകളും ചർച്ചയാക്കുന്നുണ്ട്. ഇതിലൊന്നാണ് 2013 പുറത്തിറങ്ങിയ ശൃംഗാരവേരൻ. ഈ സിനിമയിലെ ഒരു കോമഡി രംഗമുണ്ട്. "റാണി തരും എന്ന് പറഞ്ഞാൽ തരും, വിശ്വസിക്കാം വിശ്വാസം അതല്ലേ എല്ലാം" എന്ന് നടൻ സാജു കൊടിയൻ പറയുന്നു. "അയ്യേ ആ വാക്കോടെ സകല വിശ്വാസം പോയി" എന്നാണ് ദിലീപ് ഇതിന് മറുപടി പറയുന്ന ഡയലോഗ്. ഒരു ജ്വല്ലറി സ്ഥാപനത്തിന്റെ പ്രശസ്തമായ പരസ്യവാചകമായിരുന്നു "വിശ്വാസം അതല്ലേ എല്ലാം" എന്നത്. അന്ന് പലർക്കും ഈ രണ്ട് സീനും തമ്മിലുള്ള ബന്ധം മനസ്സിലായില്ല. ഒരു ഘട്ടത്തിൽ ഈ ജ്വല്ലറി സ്ഥാപനത്തിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നു ദിലീപ്. ഈ പരസ്യത്തിൽ ദിലീപ് അഭിനയിച്ചിട്ടുമുണ്ട്. ഈ പരസ്യം സംവിധാനം ചെയ്തത് ദിലീപുമായി സഖ്യത്തിലായെന്ന് പറയപ്പെടുന്ന ശ്രീകുമാരൻ മേനോൻ ആയിരുന്നു. ഒരു ഘട്ടത്തിൽ ദിലീപ് ബ്രാൻഡ് അംബാസഡർ സ്ഥാനത്ത് നിന്ന് മാറി. പകരം മഞ്ജു വാര്യർ എത്തി. അന്ന് ഇത് വലിയ ചർച്ചയായിരുന്നു. 15 വർഷത്തോളം ലൈംലൈറ്റിൽ നിന്ന് മാറിനിന്ന മഞ്ജു വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത് ഈ പരസ്യത്തിലൂടെയാണ്. ഇതിനിടെ ദിലീപിന്റെയും മഞ്ജുവിന്റെയും വിവാഹബന്ധത്തെ വിള്ളലും വന്നു. 2013 മഞ്ജു ജ്വല്ലറി ബ്രാൻഡിന്റെ അംബാസഡർ ആകുന്നുവെന്ന വാർത്ത വന്നത്. ദിലീപ് ഇതിൽ എതിർപ്പുണ്ടെന്നും റിപ്പോർട്ടുകൾ വന്നു. അന്ന് പുറത്തുവന്ന വിവരങ്ങൾ പ്രകാരം മഞ്ജുവിനെയും ദിലീപിനെയും വെച്ച് പരസ്യം ഷൂട്ട് ചെയ്യാനാണ് ആദ്യം തീരുമാനിച്ചത്. എന്നാൽ മഞ്ജു ഉണ്ടെങ്കിൽ താൻ ബ്രാൻഡ് അംബാസഡറായി തുടരില്ലെന്ന് ദിലീപ് അറിയിച്ചു. എന്നാൽ കമ്പനി മഞ്ജുവിനെ ഒഴിവാക്കാൻ തയ്യാറായില്ല. കാരണം കേരളം ഒന്നടങ്കം ആ നാളുകളിൽ പ്രിയനടിയെ വർഷങ്ങൾക്ക് ശേഷം കാണാൻ കാത്തിരിക്കുകയായിരുന്നു. മഞ്ജുവിനെ മാറ്റില്ലെന്ന് വ്യക്തമാക്കിയ ദിലീപ് ബ്രാൻഡ് അംബാസഡർ സ്ഥാനത്ത് നിന്ന് മാറി. എന്നാൽ ഈ ബ്രാൻഡിനെ ബാധിക്കുകയോ വലിയ ചർച്ചകളോ ചെയ്യപ്പെട്ടില്ല. കാരണം അന്ന് മലയാളികൾ ഒന്നടങ്കം മഞ്ജു വാര്യരെക്കുറിച്ചുള്ള ചർച്ചകളിലായിരുന്നു. അമിതാഭ് ബച്ചനുമൊപ്പമായിരുന്നു മഞ്ജു ഈ പരസ്യത്തിൽ അഭിനയിച്ചത്. മഞ്ജു പരസ്യത്തിൽ അഭിനയിക്കുന്ന ഷോട്ട് അന്നത്തെ പ്രമുഖ പത്രത്തിൽ ആദ്യ പേജിൽ വാർത്തയായി വന്നു. ജൂലി ബ്രാൻഡിന് തിളക്കം കൂട്ടാൻ വർഷങ്ങളിൽ ലൈംലൈറ്റിൽ നിന്ന് മാറി നിന്നിട്ടും മങ്ങാത്ത മഞ്ജുവിന്റെ താരപ്രഭയ്ക്കുമായി.